അടിയോടടി മുടിഞ്ഞടി പുത്തരിക്കണ്ടം മൈതാനത്തിൽ എന്റെ പൊന്നോ പൊരിഞ്ഞടി. ഇൻഡിക്കേറ്റർ ഇട്ടാണ് ഞാൻ തിരിഞ്ഞത്. അപ്പൊ നിർത്തിയിട്ടൊരു ഓട്ടോ വന്നിട്ട് ഹിറ്റ് ചെയ്യുമായിരുന്നു, പെട്ടെന്ന് ഹിറ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാ. തന്തക്ക് പിറന്നവനാണെങ്കിൽ ഇറങ്ങി വാടാ. ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാപ്പ. ശിവനേ, എന്താടാ നിനക്കും പേടിയായോ? പേടിയാ? മിണി പുളിക്കും പേടിക്കും, ദൈവന്മാര് പേടിക്കും. രാഹുല് ഒരു ബൈക്കിൽ സഞ്ചരിക്കുന്നു, ഒരു ഓട്ടോറിക്ഷയും വരുന്നു. അപ്പോൾ ഓട്ടോറിക്ഷയും ബൈക്കും തമ്മിൽ സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായി. ആ തർക്കത്തെ തുടർന്നാണ് ബൈക്കിൽ നിന്നിറങ്ങി രാഹുല് ഹെൽമറ്റ് ഉപയോഗിച്ചുള്ള പരാക്രമം നടത്തിയത്. ഈ പരാക്രമത്തിൽ രാഹുലിന്റെ ഹെൽമറ്റ് ഉപയോഗിച്ചുകൊണ്ട് അടിക്കാനുള്ള ശ്രമത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവറിന്റെ കൈയുടെ ഒരു വിരലിന് പൊട്ടൽ ഏറ്റിട്ടുണ്ട്. സോറി, വീട്ടിൽ അതിക്രമിച്ച് കയറിയപ്പോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അപ്പം ഇത് കണ്ടുവന്ന ഒരു ഓട്ടോക്കാരനാണ്. ചേട്ടൻ ഇവിടെ ഉള്ളതെന്ന് എനിക്ക് അറിയില്ല. പുള്ളി ആൾക്കാരെ എല്ലാം വിളിച്ചു കൂട്ടുകയും അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാണ്. എന്നെ അടിക്കടാന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം കൂടെ അടിക്കാൻ വരികയും കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. അത് തെമ്മാർത്തരല്ലേ? അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? തെമ്മാർത്തരം ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? ആകപ്പാടെ എനിക്ക് ഈ ഒരു മാസം ഇത്രയും പേര് എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എൻ്റെ കയ്യിലൊരു ഹെൽമെറ്റ് മാത്രമേ ഉള്ളൂ. കൊള്ളാലോ, നീ 3 തടിയന്മാരെ ഒറ്റയ്ക്ക് ഇടിച്ച് കംതിരിക്കുന്നത്. ഇന്ന് 3 കൈ കിട്ടിയുള്ളൂ. സാധാരണ 5 6 ഒക്കെ ഉണ്ടാവും. ആകാരത്തിന് വല്ല അംഗഭംഗവും സംഭവിച്ചോ സാർ? ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ വണ്ടി ഓഫ് ചെയ്തിട്ടില്ല, വണ്ടി സ്റ്റാർട്ടായി തന്നെ കിടക്കാം. അപ്പോൾ പുള്ളി ആദ്യം ഇറങ്ങി വന്ന് തന്നെ ഇടിക്കുവായത്. ഇവിടെ ഇടിച്ചു. കീർത്തിചക്രയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ പോയപ്പോ കിട്ടിയ അതേ ഇടി. സംശയമില്ല, ഇത് അവന്മാര് തന്നെ. കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ കൂടെ നിന്ന് ഒരുത്തൻ്റെ വേറെ ചെറിയ പൊട്ടലുണ്ട്. കളിക്കാൻ ഇറങ്ങുമ്പോ നീ ആലോചിക്കണം, എതിരെ നിൽക്കുന്നവനും കളി അറിയാന്ന്. ഒരു കുറഞ്ഞ 6-7 പേരുണ്ടായിരുന്നു. പുള്ളി ഹെൽമെറ്റ് ഊരിയിട്ട് കറക്കി അടിക്കുമായിരുന്നു. ഞാൻ ജീവനും കൊണ്ട് ഓടി, പുറകെ അവരും ഓടി. പഴയ ഫ്രണ്ട്സ് എന്ത് ചെയ്യാൻ പറ്റും? പറയുന്നത് എന്തോ ഇവനെ ഞാൻ റോങ് കയറിയാണ്. ഞാൻ റോങ് കയറിയിട്ടില്ല. ഞാൻ എൻ്റെ വണ്ടി വെള്ളക്കകത്ത് കിടക്കുന്നേ ഉള്ളൂ. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റ് ന്യൂസിൽ മറ്റും ഒരു മാനസിക യുവാവിന് മാനസിക അസ്വാസ്ഥ്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. താനൊങ്ങനെ വിചാരിച്ചോടോ? ആ സത്യം, അത് എന്റെ വിവരക്കേടുണ്ടോ? പോയി വെള്ളം ചൂടാതെ നോക്കണോ. സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്തു പോകുന്നതാണ്. അപ്പം ആ പുള്ളിക്കാരനാണെങ്കിൽ എന്ത് ചെയ്യും? വേറെ വ്യക്തിയാണ് എന്ത് ചെയ്യും? ഒരു സാധാരണക്കാരന് ഇതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. 100% ഞാൻ യോജിക്കുന്നു. അല്ലാതെ എനിക്കതിൽ നിന്ന് ഓടി ഒളിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഫൈറ്റ് ചെയ്യാം. ഞാനൊരു ഫൈറ്ററാണ്, ആക്ച്വലി കിക്ക് ബോക്സറാണ്. ആദ്യത്തെ അടി കാരണത്തായിരുന്നേ, അതോടെ ഒരാളെ 10 കാണാൻ തുടങ്ങി. അപ്പം എനിക്ക് അതിൽ നിന്നുള്ളൊരു മനധൈര്യമുണ്ട്. മറ്റൊരാളായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവരെല്ലാം കൂടെ കൂടി ചേർന്ന് ഉപദ്രവിച്ച് അടിച്ചൊരു പരുവാക്കാൻ. ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണമായിരുന്നു. അടിച്ച് കാലക്ക് കൈ കൊടുത്തേനെ ഇല്ലടാ. കലക്കൊന്ന് പറഞ്ഞതാ. എക്സ്പീരിയൻസ് എന്തായിരുന്നു? കിക്ക് ബോക്സിങ് ആക്ച്വലി ഞാൻ ബോക്സിങ്ങിൽ പ്രോ ബോക്സിങ്ങിൽ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ കിക്ക് ബോക്സിങ് പോയിത്തായി. ഞാനിവിടെ DFC എന്ന് പറഞ്ഞൊരു എനിക്കൊരു അക്കാഡമി ഉണ്ട്. എൻ്റെ മാസ്റ്റർ മനോജ് രാജേഷ് എന്ന് പറഞ്ഞ 2 മാസ്റ്റേഴ്സാണ്. എന്നാലും ഞാൻ പഠിപ്പിച്ചതൊന്നും നീ മറന്നില്ലല്ലോ. അത് മതി. ഈ ഗുരുവിന് തിരുപ്പതിയായി. എന്തായാലും കലക്കിട നീ. നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു.